ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഭൌതിക ശരീരം ന്യൂഡൽഹിയിലെ നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചു. മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ നേർന്ന് ലോക നേതാക്കൾ. അനുശോചനം രേഖപ്പെടുത്തി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 14 പ്രതികൾ കുറ്റക്കാർ. കൊലക്കുറ്റം തെളിഞ്ഞെന്ന് കൊച്ചി സിബിഐ കോടതി. ജനോപകാരപ്രദമായ പദ്ധതികളുടെ ഗുണഫലം ജനങ്ങളിലെത്തിക്കുന്നതിന്റെ മാതൃകയാണ് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഷ്ടമുടി കായലിന്റെ വിനോദസഞ്ചാര വികസനത്തിനായി 59.71 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് അനുമതി നൽകിയതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മെൽബൺ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഭൌതിക ശരീരം ന്യൂഡൽഹിയിലെ നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് രാവിലെ 8 മണിക്ക് കോൺഗ്രസ് ആസ്ഥാനത്തെത്തിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൌതിക ശരീരത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ നേതാക്കളും പ്രവർത്തകരും പൊതുജനങ്ങളും അടങ്ങുന്ന വലിയ ജനാവലിയാണ് എഐസിസി ആസ്ഥാനത്ത് എത്തിച്ചേർന്നത്. രാവിലെ 10 മണിയോടെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ഭൌതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര വൻ ജനസഞ്ചയത്തിന്റെ സാന്നിധ്യത്തിലാണ് നിഗംബോധ് ഘട്ടിൽ എത്തിച്ചേർന്നത്. സംസ്കാരത്തോടനുബന്ധിച്ച് ഇന്ന് എല്ലാ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പകുതി ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ നേർന്ന് ലോക നേതാക്കൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റത്തിൽ മൻമോഹൻ സിംഗ് നിർണായക പങ്കാണ് വഹിച്ചതെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും നേതൃപരമായ മേൽനോട്ടം വഹിച്ചതായും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഐക്യരാഷ്ട്രസഭയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഏറെ മുന്നേറിയതായും ഗുട്ടറസ് പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയ നേതാക്കളും അനുശോചനം അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അപേക്ഷ സർക്കാരിന് ലഭിച്ചിരുന്നു. സ്ഥലം അനുവദിക്കുമെന്ന സർക്കാർ തീരുമാനം കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഖാർഗെയെയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും അറിയിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് നൽകാനിരുന്ന യാത്രയയപ്പ് ചടങ്ങ് മാറ്റിവെച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണമായതുകൊണ്ടാണ് യാത്രയയപ്പ് മാറ്റിയത്. രാജ്ഭവൻ ജീവനക്കാർ ഇന്ന് വൈകിട്ടാണ് ഗവർണർക്ക് യാത്രയയപ്പ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. പുതിയ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തും. ജനുവരി 2-നാണ് അദ്ദേഹം ചുമതലയേൽക്കുക. ജനുവരി 2-ന് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കൊച്ചി സിബിഐ കോടതി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായും മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ കേസിൽ കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തി. ശിക്ഷ ജനുവരി 3-ന് വിധിക്കും. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാൽ, കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ടത്. കേസിൽ 10 പേരെ വെറുതെ വിട്ടു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള എയർലൈൻ സർവീസ് ആരംഭിക്കുന്നതിന്റെ ധാരണാപത്രം തിങ്കളാഴ്ച ഒപ്പുവയ്ക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എയർപോർട്ടിൽ വെച്ചാണ് ചടങ്ങ്. കേരള സർക്കാരിനും സിയാലിനും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി 26% ഓഹരിയുള്ള സ്ഥാപനമാണ് എയർ കേരള. കണ്ണൂരിന് പുറമെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്ത് കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനൊപ്പം ജനങ്ങളിലേക്ക് അതിന്റെ ഗുണഫലം എത്തിക്കേണ്ടതെങ്ങനെ എന്നതിന് മാതൃകയാണ് സിയാലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിയാലിൽ നടപ്പാക്കി വരുന്ന 1000 കോടി രൂപയുടെ പദ്ധതികൾ 2025-26 കാലയളവിൽ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം, സിയാലിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിമാനത്താവളത്തിന്റെ ഭാവി വികസനം ലക്ഷ്യമിട്ട് ഇവിടെ 1000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. 3ാം ടെർമിനൽ വികസനം, ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്, കൊമേഴ്സ്യൽ കോംപ്ലക്സ്, ഗോൾഫ് ടൂറിസം പദ്ധതി ഇവയാണ് അവയിൽ പ്രധാനം. അവയെല്ലാം തന്നെ 2025-26 സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് ചടങ്ങ് നടക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള 100 പേരെ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത്. അഷ്ടമുടിക്കായലിന്റെയും അനുബന്ധ പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര വികസനത്തിനായി 59.71 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് അനുമതി നൽകിയതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോ റിക്രിയേഷൻ ക്ലബിന് സംസ്ഥാനങ്ങളുടെ മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക ധനസഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചതെന്ന് മന്ത്രി NK പ്രേമചന്ദ്രൻ MPയെ അറിയിച്ചു. ഇതിനു പുറമെ GSTക്കായി 9.11 കോടി രൂപയും അധികമായി വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ നിർവഹണ ചുമതല പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. മൂന്നാറിൽ അതിശൈത്യം, താപനില -ലെത്തി. ചെണ്ടുവര എസ്റ്റേറ്റിലെ ലോവർ ഡിവിഷനിലാണ് താപനില -°C വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ചെണ്ടുവര, തെന്മല, ലക്ഷ്മി, ചിറ്റുവര, നയമക്കാട്, ലാക്കാട് എന്നിവിടങ്ങളിൽ 0-ഉം, മൂന്നാർ ടൗൺ, നല്ലതണ്ണി, മാട്ടുപ്പെട്ടി, കുണ്ടള എന്നിവിടങ്ങളിൽ 2 ഡിഗ്രിയും താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഈ സീസണിലെ ഏറ്റവും താഴ്ന്ന താപനിലയാണിത്. വരും ദിവസങ്ങളിൽ താപനില വീണ്ടും താഴുമെന്നാണ് സൂചന. രാത്രി അതിശൈത്യം തുടരുമ്പോഴും പകൽച്ചൂട് 22°C ആണ്. ക്രിസ്തുമസ്, പുതുവത്സര അവധിയെ തുടർന്ന് മൂന്നാറിൽ തണുപ്പ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മെൽബണിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ 4ാം മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 3ാം ദിവസം 5 വിക്കറ്റിന് 164 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് ഓസീസിനെതിരെ ഫോളോ ഓൺ ഒഴിവാക്കാനായെങ്കിലും ലക്ഷ്യം മറികടക്കാനായില്ല. ഇന്ന് കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറി നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബാറ്റിംഗ് മികവാണ് ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് 474 അവസാനിച്ചിരുന്നു. ISLൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് FC ഈസ്റ്റ് ബംഗാൾ FCയെയും, രാത്രി 7:30 നടക്കുന്ന പോരാട്ടത്തിൽ ചെന്നൈയിൻ FC ബംഗളൂരു FCയെയും നേരിടും. നാളെ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ FCയും തമ്മിൽ ഏറ്റുമുട്ടും. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ബംഗാൾ സർവീസസിനെയും രാത്രി 7:30 കേരളം മണിപ്പൂരിനെയും നേരിടും. 35ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 31 മുതൽ കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ KV സുമേഷ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജനുവരി 3 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 700ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. 31-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിൽ തേനി ഏർക്കാട് വാനും കാറും കൂട്ടിയിടിച്ച് 3 കോട്ടയം സ്വദേശികൾ മരിച്ചു. വേളാങ്കണ്ണി പള്ളിയിൽ പോയി മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കുറുവിലങ്ങാട് സ്വദേശികളായ ജെയിൻ തോമസ്, സോണിമോൻ KJ, ജോബീഷ് തോമസ് എന്നിവരാണ് മരിച്ചത്. കൊല്ലം ചാത്തനാംകുളത്ത് കശുവണ്ടി ഫാക്ടറിയുടെ ചിമ്മിനി തകർന്ന് വീണ് +1 വിദ്യാർത്ഥി മരിച്ചു. അംബേദ്കർ നഗർ പുത്തൻകുളങ്ങരയിൽ അനന്തുവാണ് മരിച്ചത്. പൂട്ടിക്കിടന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയുടെ ചിമ്മിനിക്കരികെ 5 കൂട്ടുകാർക്കൊപ്പം ഇരിക്കവേ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് കേന്ദ്രീയ സൈനിക ബോർഡ് നൽകുന്ന പ്രധാനമന്ത്രിയുടെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി നീട്ടി. www.online.ksp.gov.in എന്ന വെബ്സൈറ്റിൽ ജനുവരി 3 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഭൌതിക ശരീരം ന്യൂഡൽഹിയിലെ നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചു. മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ നേർന്ന് ലോക നേതാക്കൾ. അനുശോചനം രേഖപ്പെടുത്തി US പ്രസിഡന്റ് ജോ ബൈഡനും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 14 പ്രതികൾ കുറ്റക്കാർ. കൊലക്കുറ്റം തെളിഞ്ഞെന്ന് കൊച്ചി CBI കോടതി.
ജനോപകാരപ്രദമായ പദ്ധതികളുടെ ഗുണഫലം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ മാതൃകയാണ് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഷ്ടമുടിക്കായലിന്റെ വിനോദസഞ്ചാര വികസനത്തിനായി 59.71 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് അനുമതി നൽകിയതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മെൽബൺ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.